നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ഫെബ്രുവരി മാസത്തെ വിശാഖ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന തുലാൻ രാശിയിലാണ്. അപ്പോൾ തുലാൻ രാശിയിൽ 9 വ്യാഴം സഞ്ചരിക്കുന്ന സമയത്ത് നല്ല ദൈവാധീനമുണ്ട്. അത് കാരണം വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക ജനിച്ചവർക്ക് ദൈവാധീനമുള്ള സമയമായത് കാരണം ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ വളരെ അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് യോഗമുള്ള ഒരു മാസമാണ്. ദൈവാധീനം, ഭാഗ്യം മുതലായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ വലിയ തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. എന്നാൽ പോലും കാലിൻ്റെ മുട്ടിന് താഴോട്ട് വേദന പോലെയുള്ള വിഷയങ്ങളുണ്ടാകാം. അതേപോലെ തന്നെ ഉദരസംബന്ധമായിട്ട് ഗ്യാസ്ട്രിക് പോലെയുള്ള രോഗങ്ങളുണ്ടാകുക, ഇടയ്ക്കിടയ്ക്ക് മാനസികമായിട്ട് സന്തോഷിക്കുമ്പോൾ ടെൻഷൻ ഉണ്ടാകുക, ഇങ്ങനെയുള്ള ദോഷഫലങ്ങൾക്ക് യോഗം ഈ മാസത്തിലുണ്ട്. എങ്കിൽ പോലും വ്യാഴത്തിൻ്റേതായിരിക്കുന്ന അനുകൂലാവസ്ഥയുള്ളത് കാരണം കൊണ്ടും പഞ്ചമഹാപുരുഷത്തിലെ രുചകായോഗം ചെയ്ത് ചൊവ്വ ലഗ്നത്തിൻ്റെ 4-ാം ഭാവത്തിൽ നിൽക്കുന്നത് കാരണം കൊണ്ടും ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന ഗുണം അനുഭവിക്കാൻ സാധിക്കും. ഉത്സാഹം വർദ്ധിക്കും, ശൗര്യം വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ യുദ്ധം ചെയ്ത് വിജയിക്കാനായിട്ട് യോഗം ജാതകവശാൽ ഉള്ള ഒരു മാസമായിട്ട് വേണം പറയാനായിട്ട്. അതേപോലെ തന്നെ ചതുർഗ്രഹ യോഗമാണ് 5-ാം ഭാവത്തിൽ. ചെറിയ കാര്യത്തിന് ടെൻഷൻ അടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ടെൻഷൻ കുറച്ച് വയ്ക്കിച്ചാൽ ബാക്കി കാര്യങ്ങളൊക്കെ വളരെ ചിന്തിച്ച് ചെയ്യാൻ പറ്റും. ബുദ്ധികാരനായിരിക്കുന്ന ബുധൻ ബുദ്ധിസ്ഥാനത്ത് നിൽക്കുന്ന കാരണം കൊണ്ട് നല്ല പെട്ടെന്ന് കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാനും മറ്റുള്ളവർക്ക് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റുന്ന രീതിയിൽ സംസാരിക്കാനും സംസാരം കൊണ്ട് നേട്ടം ഉണ്ടാക്കാനും തൊഴിൽ അഭിവൃദ്ധി ഉയർച്ച ഉണ്ടാക്കാനും യോഗമുള്ള സമയമാണ്. അപ്പോൾ ഈ ഗ്യാസ്ട്രിക്കിൻ്റേതായിരിക്കുന്ന പ്രശ്നം, ഉദര സംബന്ധമായിട്ടുള്ള രോഗം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പരിഹാരമായിട്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം, നന്നായിട്ട് പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ സർവാഭിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ക്ഷുദ്രകാരകനായിരിക്കുന്ന കേതുവാണ്, ശത്രുദോഷത്തെ ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് കാൽപാദത്തിന് വേദന പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ രാഹുപൂജയും കേതുപൂജയും നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ ചെയ്തു കഴിഞ്ഞാൽ മേൽപ്പറയപ്പെട്ട ദോഷങ്ങൾക്ക് പരിഹാരം വരുന്നതാണ്. നല്ല രീതിയിൽ സംസാരിക്കുകയും തൊഴിൽ ഉയർച്ച അഭിവൃദ്ധി ഉണ്ടാകുകയും ചെയ്യുമെങ്കിലും വീട് വിട്ട് നിൽക്കാനാണ് യോഗം. വീട്ടിൽ നിൽക്കുമ്പോൾ ടെൻഷനും പ്രശ്നങ്ങളും ഉണ്ടാകും. വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ശത്രുദോഷത്തിൻ്റെതായിരിക്കുന്ന ദുരിതം കാരണം കൊണ്ട് മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിക്കാനായിട്ട് വരിക. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. എന്തായാലും ദാമ്പത്യ സുഖം അനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയമാണ്. കുടുംബത്തിൽ വേണ്ട രീതിയിൽ കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് നടത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും. വീട് നിയന്ത്രിക്കാനുള്ളൊരു കഴിവും കാര്യങ്ങളൊക്കെ ഭാര്യയ്ക്കുണ്ടാവും. അപ്പോൾ ആ രീതിയിൽ കുറച്ച് ഒരു നല്ല മാസമായിട്ട് തന്നെ വേണം ഈ മാസത്തിൽ കാണാനായിട്ട്. എന്തായാലും പരിഹാരങ്ങൾ ചെയ്യാൻ മറക്കരുത്. ചിലവ് ജാസ്തി വരിക, ലാഭം കുറയുക, ചെയ്യുന്ന പ്രവർത്തികൾ, ഇങ്ങനെയുള്ള ദോഷങ്ങൾ ആ ക്ഷുദ്രകാരകനായിരിക്കുന്ന കേതു ബാധാസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് വരുന്നതാണ്. അത് കാരണം കൊണ്ട് നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ രാഹുപൂജയും കേതുപൂജയും ചെയ്യാനായിട്ട് മറക്കരുത്. അല്ലെങ്കിൽ കാലിൻ്റെ മുട്ടിൻ്റെതായിട്ടുള്ള ഭാഗത്തുള്ള രോഗാവസ്ഥ അനാവശ്യമായിട്ട് ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന നമ്മുടെ പ്രയത്നത്തിനനുസരിച്ചുള്ള പ്രതിഫലം കിട്ടാതിരിക്കും. ഇങ്ങനെയുള്ള കുറച്ച് ചെറിയ ദോഷമാണ്. എന്തായാലും പരിഹാരങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വരും. നല്ല പ്രാർത്ഥന ഉണ്ടാകുന്ന ക്ഷേത്ര ദർശനം നടത്തണം. അതേപോലെ തന്നെ സഹായികളായിരിക്കുന്ന വ്യക്തികളുടെ പെരുമാറ്റം ചില സമയത്ത് അപ്രിയമായിട്ട് തോന്നാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നാൽ പോലും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളും സുഹൃത്തു ഗുണം മുതലായിട്ടുള്ള കാര്യങ്ങളും അനുഭവിക്കാനും ഈ മാസത്തിൽ വിശാഖ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.